ഗായ്സ്, വെൽക്കം ബാക്ക് ടു KTUK യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ സന്തോഷമായ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുന്നതിന് അമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളത്. എങ്ങനെയാലും നാട്ടിൽ വിടോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമണി താക്കടു ഇനിയും നാട്ടിൽ പോയിട്ട് കുറച്ച് നാൾ നാട്ടിൽ നിൽക്കാനാണ് പ്ലാൻ. അപ്പോൾ കുറേ നാളത്തേക്കിന് തക്കുടുയും UK ബൈ ബൈ ആണ്. ദേ ഇവിടെ ഒരാൾ അവസാന നിമിഷം ഷൂ ഇട്ട് ഓടിപ്പാഞ്ഞ് ചെറുപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ചാച്ചൻ മാത്രം 1 month കഴിയുമ്പോൾ തിരിച്ചു വരും. ഞാൻ ഒരു 3 മാസം നാട്ടിൽ നിൽക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ നമുക്ക് നാട്ടിൽ പോവാം. അങ്ങനെ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൺ ദ വേ ആണ്. വെതറൊക്കെ തണുപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. തക്കുട് തന്നെ നല്ല സുഖ നിദ്രയാണ്. അപ്പോൾ ഓൺ ദ വേ ഒരു കുറച്ച് മണിക്കൂറുണ്ട്, 4 മണിക്കൂർ എന്തോ ഉണ്ട് ഗൈസ്. നല്ല ബ്ലോക്കും ഉണ്ട്. നോക്കാം എപ്പോൾ എത്തുന്നെന്ന്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലോട്ട് നടക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെയിറ്റും കാര്യമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എന്നാ അങ്ങനെ കുഞ്ഞുള്ളതുകൊണ്ട് വലിയ പ്രയോറിറ്റി ഒന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെയൊക്കെ ആരാണ്ട് പറയുന്നത് കേട്ടു, അതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലങ്ങളിലൊക്കെ എത്തി. ഇതെന്തടേ നമ്മുടെ വേൾഡ് ഡ്യൂട്ടി ഫ്രീയിലെത്തി ഗൈസ്. അവിടെ എല്ലാ തവണയും പോകുമ്പോൾ അവിടെ നിന്ന് കയറിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കുറവുണ്ട്. അവിടെ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു, കയറി. നമ്മുടെ കുഞ്ഞിന് സ്ട്രോളറൊക്കെ ഞങ്ങൾക്ക് വെറും മാത്രമാണ്. സ്ട്രോളറിലൊന്നും കിടക്കുന്ന വിഷയമില്ല, ഉദിക്കുന്നേ ഇല്ല, കൈ തന്നെ ഇരിക്കും. എന്തായാലും അത് ഞങ്ങള് ക്രീം ആയിരിക്കും ചിലപ്പോൾ കയറ്റി വിടുമെന്നൊക്കെ ഓർത്തു, പക്ഷെ അവർ സമ്മതിച്ചില്ല. പിന്നെ ഡ്യൂട്ടി ഫ്രീയിൽ കയറി എല്ലാ പെർഫ്യൂമും അടിച്ചു നോക്കിയിട്ടുണ്ട്. വാങ്ങിച്ചില്ലെങ്കിൽ എന്താ, അതിൻ്റെ മണം കിട്ടിയാൽ പോരെ അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പിന്നീട് വാങ്ങിക്കാമല്ലോ. എനിക്കിഷ്ടമുള്ള മണം ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നെടുത്ത് അടിച്ചു നോക്കി. മമ്മി അടിച്ചില്ലേ? മമ്മി ഞാനും അടിച്ചു. അടിച്ചു രണ്ടുപേരും പല സൈഡിൽ നിന്ന് മണപ്പിച്ച പല മണമായിരിക്കും. നടന്നു പോകുമ്പോ എല്ലാം കൂടെ കുഴഞ്ഞൊരു പ്രത്യേക മണമാണ്. ഇവരടിച്ച എല്ലാം കൂടെ ഒരു ചരുവത്തി ഒഴിച്ച് കലക്കിയെടുത്ത ആ മണം കിട്ടും. ചുമ്മാ ഗൈസ്, അധികം ഒന്നും അടിച്ചില്ല. എന്തോ ആണേലും അതെ, കൊച്ചിൻ്റെ സൂഡോ ക്രീം സാരമില്ല, വേറൊരെണ്ണം വാങ്ങിച്ചതിരിപ്പുണ്ട്. ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയില്ല. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു ഗൈസ്. ഞാൻ ഓർത്ത് സമയത്തിന് എത്തത്തില്ലായിരിക്കും. നമ്മൾ 4:30 വരണ്ടായിരുന്നു, 5:15 കഴിഞ്ഞു. 5:30 കഴിഞ്ഞു. 12:30 ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അപ്പം ഗൈസ്, എന്തോ ആണേലും ഇനിയും നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിക്കും, എന്നിട്ട് നമ്മൾ ഗേറ്റിലോട്ട് പോകും. ഓക്കെ, നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എങ്ങനെ ഇരിക്കുമോ എന്തോ. നോക്ക് നോക്ക് നോക്ക്. തക്കുടു ഉറങ്ങി. തക്കുടുവിന്റെ മോൻ പോലും കാണുന്നില്ല. മുഖം കാണിട്ട് കൊച്ചിന്റെ മൂക്ക് മറഞ്ഞിരിക്കുന്നു. ഓക്കെ, ദാണ്ട തക്കുടു. പോവാലോ ഇനി. ചെക്കിനെല്ലാം കഴിഞ്ഞ് അവിടെ വന്നിരിക്കുവാണ്. ഫ്ലൈറ്റിൽ കയറാം. തക്കുടുവിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ്. എങ്ങനെയൊക്കെയോ അവളെ ഉറക്കിയിട്ടുണ്ട്. ഇനി കയറുമ്പോ എന്തായാലും എഴുന്നേക്കും. കയറുമ്പോ ഉണരാനോ ഇപ്പൊ ഉറങ്ങുന്നേന്ന്. കണ്ടോ, ഫ്ലൈറ്റ് കയറിയിട്ട് കണ്ണ് തുറന്നു. ഇപ്പോഴാണ് അവള് കണ്ണ് തുറക്കുന്നത്. അവൾ പോലും അറിയാതെ അവളങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ആരാ താക്കു? താക്കു തന്നെ
വേണ്ട ഒന്നിച്ചോ കേട്ടോ. നാളെ മമ്മി വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഇപ്രാവശ്യം എന്തായാലും ഭാഗ്യത്തിന് ഡിസ്പ്ലേ ഒക്കെ ഉള്ള സീറ്റ് കിട്ടി. ഞാൻ പൊങ്ങുമ്പോഴേ അറിയത്തുള്ളൂ വർക്കാവുമോ. സാമാനമൊക്കെ കണ്ടോ, റിമോട്ടൊക്കെ കണ്ടോ, ഫുള്ള് പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കോ. പ്ലാസ്റ്റർ വാങ്ങിയാൽ ഒത്തിരി കാശ് മുടക്കി കാണും. കണ്ടോ, നമ്മളോട് പറഞ്ഞിരുന്ന വല്ല യൂണിവേഴ്സൽ റിമോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. എയർ ഇന്ത്യയുടെ ദാരുണ അവസ്ഥ നിങ്ങൾ കാണാതെ പോകരുത്. എയർ ഇന്ത്യക്ക് വേണ്ടി ഇനിയും എല്ലാവരും ബക്കറ്റ് വീഡിയോ നടത്തേണ്ട അവസ്ഥയാണ്. ഉണ്ടോ, ചെയ്യാൻ പറ്റും. പെയിൻ്റൊക്കെ പോയി ഓരഞ്ഞ്. ഇതിലും വേണം KSRTC ബസ്, ഇതിലും നല്ലതാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഷീറ്റ് ബെൽറ്റ് ഇട്ട കുഞ്ഞിനെ കണ്ടോ? ഷീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വെക്കുവോ? എവിടെ പോയി? ഷീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ? നാട്ടിൽ പോവാനോ? ഞാൻ ടേക്ക് ഓഫ് ചെയ്യുമ്പം ഫീഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വരികയാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ. എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് മെത്തേഡ്സ് ഉണ്ട്, ഈ സാധനം വാങ്ങിക്കുക. ഞാനിത് 10 വാങ്ങിച്ചത്. എന്ത് പറയുന്നത്, ഫീഡിങ് ക്ലോത്തോ ഫീഡിങ് ടവലോ അങ്ങനെ എന്തെങ്കിലും അടിച്ചാൽ കിട്ടുമായിരിക്കും. ഇങ്ങനെ ഒരു സാധനം ഒരു ഏപ്രൺ പോലെ കിടക്കും. ഇവിടെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ചാച്ചനെ നിങ്ങൾ കണ്ടോ? ഈ ഹോൾ ഫ്ലൈറ്റിൽ ഹൈലൈറ്റ് ആയിട്ട് ഇതേ ചാച്ചൻ നോക്കി മാത്രം വെട്ടം. ടർബുലൻസ് ചാടിയതാ. ഈ ലൈറ്റ് മാത്രം ഓണായി. എവിടെ ലൂസ് കണക്ഷൻ ആണെന്ന് അവർ പറയുന്നത്. ചെയ്യാൻ പറ്റും. ഈ ലൈറ്റും കൂടെ ഈ സ്ക്രീനും ഇങ്ങനെ ഇരുന്ന സ്ക്രീനാ, അതിങ്ങനായി. ഒരു ലൈറ്റ് ഓണായി. ഓരോരോ ഭാഗ്യങ്ങൾ. നമ്മൾ ഇന്ത്യയുടെ ആകാശത്തെത്തിയിട്ടുണ്ട്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവും. രാവിലെ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് തിന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇഡ്ഡലിയും സാമ്പാറും ഉപ്പുമാവും പിന്നെ ഒരു ക്രോസ്സുണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ എത്താറായി. 12-12:30 ആകുമ്പോൾ എത്തും. ഇപ്പോൾ മാപ്പൊക്കെ നോക്കിയപ്പോൾ ഗോവയും അവിടെ ഗോവ എങ്ങാണ്ട്. എന്തായാലും ഇനി ചെന്നിട്ട് കാണാം. കുഞ്ഞൊരുറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ മടിയിരിക്കുന്നു. അമ്മച്ചിയുടെ അടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ പൊന്നെ എന്നെ എവിടെ നമ്മൾ കിടക്കുന്നത്? എന്താ കിടക്കട്ടെ? ആകാശത്തൂടെ നമ്മളിപ്പോ പോണേ. ആകാശത്തൂടെ ഇനി ഇറങ്ങാൻ പോകുമ്പോ കാണാം. അറിയാം. നമ്മള് നാട്ടിലെത്തി. ആദ്യത്തെ ബിരിയാണി കഴിക്കും. മൂവാറ്റുപുഴയിലാണ് നമ്മളുള്ളത്. നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാൻ കഴിയുകയാണ്. ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ നോക്കി. സമയം 2:45 നാട്ടില് ഒറ്റയ്ക്ക്. ഇത് കണ്ടോ ഞങ്ങളുടെ കാറിന്റെ അവസ്ഥ? 8 കൂമ്പാരങ്ങൾക്ക് നടുവിൽ ഞങ്ങൾ എൻ്റെയും അമ്മയുടെയും കൊച്ചിൻ്റെ ഇടയിൽ ഒരു മതിലൊക്കെ, സ്ട്രോളർ മതിൽ. നമ്മൾ അവിടുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചു. ഇപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. ഇനി എത്ര നേരം കൂടെ ഉണ്ട് വീടെത്താൻ?
1.5 മണിക്കൂറൂടെ ഉള്ളൂ. കുഞ്ഞിന് ചൂടൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കരച്ചിലാണ്. ഇവിടെ മണിമല ആറുണ്ട് ഗൈസ്. ഈ കാണുന്നതാണ്. ഈ കാടിനിടയിൽ കൂടെ നല്ലോണം കാണുന്നില്ല. മണിമല ആറിന്റെ ഓരത്ത് കൂടി വെറുതെ ഡബ്ല്യു പോലെ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്നു. എവിടത്തേത് എന്ത് മുത്തുക്കടയൊക്കെ വല്ല പള്ളിപ്പെരുന്നാളോ അമ്പലത്തെ ഉത്സവമോ പള്ളിപ്പെരുന്നാളോ വെയിലിനൊരു പണിയില്ലയോ? പള്ളിപ്പെരുന്നാളാണ് ഗൈസ്. കണ്ടുപിടിച്ചു. മുത്തുക്കടയൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് നാട്ടിലെ കാഴ്ചകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡെൽന തോമസ്. ഹൗ ഡു യു ഫീൽ ദാറ്റ് നാടെത്തിയിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നൊരു തോന്നുന്നു. വീട്ടിൽ ചെന്നെ വണ്ടി കൈ കിട്ടണം. ഹോണടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് നിങ്ങൾ ഇവിടെ കാണുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോ തൊട്ട് എവിടെ അവസരം കിട്ടുന്നു അവിടെ ഒക്കെ ഹോണടിക്കുന്നുണ്ട്. അവിടെ ഹോണടിക്കാൻ പറ്റാത്തതിന്റെ എല്ലാം ഇവിടെ വന്ന് തീർക്കണം. പിന്നെ തെറ്റിച്ച് പോകുന്ന ആൾക്കാരെ ഓവർടേക്ക് പോകുന്ന ആൾക്കാരെ ഒക്കെ എന്തേലുമൊക്കെ പറയണം. അയ്യോ കള്ള മമ്മിക്കോ മമ്മി നല്ല ക്ഷീണമുണ്ട്. നന്നായി കിടന്ന് ഉറങ്ങണം. അതാ കണ്ണുകളിൽ കാണുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട്. പിന്നെ നാടെത്തിയ സമാധാനവും. എനിക്കറിയില്ല, എനിക്ക് എന്തുവാണ് പറയേണ്ടത് അറിയില്ല. നാടെത്തിയതിന്റെ ഒരു സന്തോഷമുണ്ട്. മണിമല പാലം നമ്മൾ 6 ക്രോസ് ചെയ്തു. CG40 കൊക്കോ തൈകൾ വിൽക്കപ്പെടുമെന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. അണ്ണാനും മരപ്പട്ടിയും കൊണ്ടു. കൊക്കോ കച്ചവടം രണ്ടാന്ന് വെച്ചിരിക്കുന്നു. തുടക്കത്തിലേ അവസാനിപ്പിച്ച ഒരു കച്ചവടം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൺ ദ വേ ആണ്, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. ആദ്യമായിട്ട് തക്കടൂനെ കാണാൻ പോവാ. അപ്പോൾ ആ വീഡിയോ ഒക്കെ പുറകാലെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.